നമുക്ക് ഞാനൊരു വള്ളി കാണിച്ചു തരാം. ഇത് അറിയോ നോക്കണം. ഇതായതാണ്ട് അതാ കണ്ടാൽ കയ്പ്പേര വള്ളി കണക്ക്. ഇത് ഇലയിലും കണ്ടാൽ അമ്മേനെ പറയും കാട്ടുകയ്പ്പാന്ന് എന്തോ പേരുണ്ട്. പക്ഷെ നമ്മൾ പറയും കാട്ടുകയ്പ്പാന്ന്. ഞാനിടുന്ന പേരായിരിക്കും അറിയില്ല. ആരും ഇതങ്ങനെ വെക്കൂല, കറി വെക്കൂല. നമ്മ എപ്പം കളയില്ല. അതാണ്ട ഇനിതാണ് പിടിക്കുന്നതാണ്ട ഇങ്ങനത്തെ കോയക്ക മാതിരി ഇല്ലേ. അതായത് നമ്മളെ മുറ്റത്ത് തന്നെ ഇത് ഇഷ്ടംപോലെ ഉണ്ടായും. ഉണ്ടായത് അതിനെ പിടിച്ചിട്ട് വേണ്ട വള്ളിയതാ നിറയെ ഉണ്ട്. ഉണങ്ങല ഏതല പെഴുത്തതും ഇതാ ഇല്ലതാ നല്ല സാധ്യതയാണിത്. എല്ലാവരും ഒന്നും ഞാനൊന്നും കളയില്ല. എല്ലാം വറുത്ത് തിന്നു കാട്ടിലില്ല. അതായത് ഇല്ലങ്ങളിലെല്ലാം ഇല്ലേ നമ്മുടെ ആദ്യകാലം വന്നാൽ ഇതൊന്നും നമുക്കറിയില്ല എന്നാണ്. ഇല്ലങ്ങളിലുള്ളവരെല്ലാം വെക്കുന്നതാണ്. ഇത് കാട്ടുചേന, പിന്നെ താളെല്ലാം പിന്നെ വെക്കും. കാട്ടുചേനാകുമ്പോൾ ഇതുവരെ വെച്ചിട്ട് ചോറിന്ന് ഇത് ഈ സാധനം ഞാൻ എപ്പോൾ പറിച്ച് വറുക്കുന്നതാണ്. ഇത് നിങ്ങൾ കണ്ടത് ഞാൻ പറിച്ചിട്ട് കണ്ട ഇതാണിത്. ഇതിൻ്റെ കുറച്ച് വേണ്ട. ഇത് നല്ല ഉള്ളിയെല്ലാം കയറിയിട്ട് തേങ്ങയിട്ട് വറവിലെല്ലാം ഇട്ടിട്ടായാലേ പച്ചമുളകും എല്ലാം കയറിയിട്ടിട്ട് നല്ല രുചിയാണ്. ഇത് ഒന്ന് കിട്ടിയാൽ ഇത് കളയാൻ ആരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നമ്മളെല്ലാം എപ്പം വെച്ച് തിന്നുന്നതാണ്. അതാണ് ധൈര്യത്തിൽ ഞാൻ പറയുന്നത്. ഉണ്ടാ അത്ര നല്ല സാധനമാണ്. മുമ്പ് ഇപ്പറെല്ലാം നമ്മുടെ പൊങ്ങോട്ടുള്ള കാട്ടിലെല്ലാം ഉണ്ടാവും. കയ്യാല ഇങ്ങനെ വേലിയെല്ലാം എല്ലായിടത്ത് പടന്നിട്ട് ആരും ഇതിനെ മൈൻഡാക്കുന്നില്ല. പക്ഷേ ഇതെല്ലാം നല്ല സാധനമാണ്. കുപ്പച്ചീര, കാട്ടുകയ്പ അങ്ങനെ എന്തെങ്കിലും ഇല്ലേ, അതെല്ലാം നല്ലതാണ് നമുക്ക്. അതാ സാമ്പാർ ചീര അങ്ങനത്തെ എല്ലാം ആരും കണ്ടതിനൊന്നും മൈൻഡാക്കൂല. പക്ഷെ നല്ല സാധനം എന്തെല്ലാം നല്ലതാണ്. ഇതാ കുറേ ഉണ്ട്. മൈസൂർ വാഴ അതിൻ്റെ വെള്ളിപ്പം വെച്ച് അതിനെല്ലാം ഉണ്ടാകും. വാഴക്ക് പടന്നിട്ട് ഇങ്ങനെ കയറുന്നതാണ്ട നിറയെ ഉണ്ട്. എന്താണ്ട നിറച്ചുണ്ട്. പച്ചാലേ എന്താ മേലോട്ട് പടന്നിട്ട് നിറച്ചും കായുണ്ട്. ഇഷ്ടംപോലെ വെറുക്കാനായി നമുക്ക്. വേണ്ട ആരും കിട്ടിയാലും കളയല്ല. ഇത് നടന്നു പോകുമ്പോൾ വൈക്കെല്ലാം കാണാൻ അങ്ങനെ പടന്ന് കാട്ടിൽ അത്രയും നല്ല സാധനമാണ്. പിന്നെ ഇത് കൊണ്ടാട്ടാക്കും. ഇത് ഇതിൻ്റെ ഉള്ളിലത്തെ അരിയെല്ലാം കളഞ്ഞിട്ടേ ഞെക്കി കളഞ്ഞിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് തൈരിലിട്ടിട്ട് ഉപ്പും പച്ചമുളകെല്ലാം ഇട്ടിട്ട് തന്നെ ആയിരിക്കും ആക്കല്. നല്ല രുചിയാണ്. കൊണ്ടാട്ടാക്കും പോലെ ഉണക്കിയിട്ട് എണ്ണയിൽ വറുത്ത് തിന്നാൽ നല്ല സ്വാദാണ്. നല്ലതുമാണ്. അതെല്ലാം വിഷമില്ലാത്ത നല്ല സാധനമല്ലേ. വേണ്ട കുറേ പറിക്കാണ്ട് അത്രേ വേണ്ട. ഇത് കുറച്ചേ വേണ്ട. തിന്നാൽ മതിയാവില്ല. കിട്ടിയാൽ ഇതൊന്നും ആരും കളയല്ല കേട്ടോ. ഇതെല്ലാം കാണുമ്പോൾ ഒന്ന് ഞാൻ പരിചയപ്പെടുത്തിയതാണ്. നമുക്ക് നമ്മളെ കാട്ടുകയ്പ എല്ലാം പാകാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. എന്നാൽ ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഞെക്കിയിട്ട് ഇങ്ങനെ കളഞ്ഞാൽ മതി. അതിൻ്റെ കത്തിയൊന്നും വേണ്ട. അതിൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ വിത്ത് ഉണ്ട്. ഇതതിൻ്റെ വിത്തെല്ലാം കൈ കൊണ്ട് ഞെക്കി കളഞ്ഞതാണ്. ചെറിയ വിത്ത്. നമുക്ക് ഇതൊന്ന് വറുത്ത് കാണിച്ചു തരാം. തേങ്ങ ചെറിയത്, ഉള്ളി, പച്ചമുളക്, അതേപോലെ കാന്താരി ഉണ്ട് കുറച്ച് മുറിച്ചിട്ടിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ചൊക്കെ പൊട്ടിക്കുക. വെളിച്ചെണ്ണ കുറച്ച് വയ്ക്കുക. ഉള്ളിയും കാന്താരിയും കഴിച്ചിട്ടുണ്ട്.
കുറച്ച് വാടട്ടെ എന്നിട്ട് ഇടാൻ നമുക്ക് അധികം വേവൊന്നുമില്ല അതിന്. നമുക്ക് കൈപ്പക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. പൊത്തി വെക്കാൻ കുറച്ച് വെന്തിട്ടാകുമ്പോൾ നമ്മളെ വറവിൽ തേങ്ങയിട്ട് നന്നായിട്ട് വെന്തു. വെള്ളത്തുള്ളി പോലും ആക്കിയില്ല. എണ്ണ കുറച്ച് അധികം ആക്കണം, വെളിച്ചെണ്ണ കുറച്ചധികം വേണം. ഇതാ തേങ്ങയും കുറച്ച് വേണം. നമ്മളെ അടിപൊളി വറവ് ഇതാണ്ട. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അറിയിക്കണം കേട്ടോ. അങ്ങനെയുണ്ടെന്ന് തിന്നു. ഇതിൻ്റെ മണം വരുമ്പോൾ തന്നെ വയന്ന് വെള്ളം വരുന്നുണ്ട്. അത്രയ്ക്ക് നല്ലൊരു രുചിയാണിത്. ഇത് കിട്ടിയാൽ ആരും കളയല്ല. ഇത് ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ കിട്ടിയിട്ട് കാണിച്ചു തരാം ഇങ്ങനെ ആക്കിയിട്ട്. രുചികരമായ കാട്ടുകയ്പ വറവ്. അടിപൊളിയായിട്ടില്ലേ കാണാൻ തന്നെ?